ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാരെ കാണുന്ന രീതിയിൽ തുറന്നിട്ട് നടന്നാൽ, തെരുവിൽ കറങ്ങിയാൽ, ഔറത്ത് തുറന്ന് അന്യപുരുഷന്മാരുമായി ഇടപഴകിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ, സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ സുഗന്ധവും ലഭ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിയമം രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാറ്റാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചു. അതിൽ ഒരു പെണ്ണ് പോലുമില്ല. പ്രിയമുള്ളവരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പവിത്രമായ ദീൻ, ആ ദീനിനെ ഒരു കാരണത്താലും നമുക്ക് അലങ്കോലപ്പെടുത്താൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അത് കൃത്യമായ നിയമമാണ്. ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു അയച്ചു, ഒറ്റ പെണ്ണ് പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരിൽ ഒരൊറ്റ സ്ത്രീയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുണ്ടായിരുന്നു, ആയിഷത്തും ഹഫ്സത്തും സൗദാ, സഫിയത്തും മൈമൂനത്തും റംലാ തുടങ്ങിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദികളായ ഭാര്യമാർ. അവര് നമ്മുടെ ഉമ്മമാരാണ്, ലോകവിശ്വാസികളുടെ മാതാക്കളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ബുദ്ധിമതിയാണ്. ഏറ്റവും ഹദീസ് നിവേദനം ചെയ്തവരിൽ ഒന്നാം സ്ഥാനത്തുള്ള മഹദിയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ദിഷണ വലുതാണ്, ചിന്ത വലുതാണ്. ആ മഹദിയെ പോലും മദീനയുടെ ഗവർണറാക്കിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരം നൽകിയില്ല. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ എവിടെത്തിപ്പോയി? പഞ്ചായത്തിൽ മുഴുവനും ഈ സമുദായത്തിന്റെ സഹോദരിമാര് കലാശക്കൊട്ടിൽ നിന്ന് ഈ ഉമ്മത്തിലെ താത്താമാരെയും ചുമന്നുകൊണ്ട് നടക്കുക ആളുകൾ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോളെ വെച്ചോണ്ട് നടക്കുക. ഇങ്ങനെ ഒരു ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ദീൻ ഇസ്ലാം ഇവിടെ ഇല്ല. അല്ലാഹുവിന്റെ ദീൻ അതിന് വ്യക്തമായ നിയമമുണ്ട്. എങ്ങനെയാകണം, എങ്ങനെയാകരുത്. 5 നേരത്തെ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പെണ്ണിനോട് പറഞ്ഞില്ല. പള്ളിയിൽ ഇമാമാകാൻ പെണ്ണിനോട് പറഞ്ഞില്ല. ഖുതുബ നടത്താൻ പെണ്ണിനോട് പറഞ്ഞില്ല. ഇതിന്റെ അർത്ഥം സ്ത്രീകൾ മോശക്കാരാണല്ല. അവർക്ക് അല്ലാഹു തആല വലിയ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ചവരിൽ മഹദിമാരെത്രയോ ഉണ്ട്. സൂറത്ത്, പരിശുദ്ധമായ ഖുർആനിൽ മറിയം ബീവിയെ കുറിച്ച് പറയാൻ ഒരു സൂറത്തുണ്ട്, സൂറത്ത് മറിയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൂറത്തുൽ മുജാദില സൂറത്ത് നോക്കൂ. അങ്ങനെ ഓരോ സൂറത്തുകളിലും മഹദിമാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അവർക്ക് അവരുടേതായ സ്ഥാനവും പദവിയും അല്ലാഹു തആല നൽകി. അവരുടെ ആരോഗ്യത്തിനും അവരുടെ ശാരീരിക ഘടനയ്ക്കും എല്ലാം അനുസരിച്ചുകൊണ്ടുള്ളത്. ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് മലപ്പുറം ജില്ലയിൽ വെച്ച് സ്ത്രീ സംവരണത്തിനും പീഡനത്തിനും മധ്യേ എന്നൊരു വിഷയം അവതരിപ്പിച്ച CD ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ കഴിവുള്ളവർക്കൊക്കെ വാങ്ങാം. അതിൽ വിശദമായി അതിന്റെ തെളിവുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന് കാഴ്ചപ്പാടുണ്ട് എല്ലാത്തിലും. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമത്തെ നമുക്ക് ലംഘിക്കാൻ സാധ്യമല്ല. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ അറിയണം, പുരുഷന്മാരെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതിന് അതേ പ്രതിഫലം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് റബ്ബ് നൽകുകയാണ്. കാരണം നിങ്ങൾക്കുള്ള ജോലിയെക്കുറിച്ച് അറിയുന്ന റബ്ബാണ് നിങ്ങൾക്ക് നിയമം വെച്ചു തന്നത്.
അതുകൊണ്ടാണ് പുരുഷനോട് പറഞ്ഞു ഖൈറു മസാജിദിന് ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ലെന്ന്. അതേ നബിതങ്ങൾ തന്നെ ഉമ്മമാരോട് പറയുകയാണ് ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളാണ്. പുരുഷൻ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ നൽകാമെന്ന് പറഞ്ഞ ദീന് പ്രകൃതിക്ക് അനുയോജ്യമായ ദീനാണ്. ഞാൻ ഈ വിഷയം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. നരകത്തിൽ പോകുന്ന കാരണങ്ങളിൽ ഒരു കാരണമാണ് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അതാ തെരുവിൽ കറങ്ങി നടക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, അന്യപുരുഷന്മാരോട് ഔറത്ത് പ്രദർശിപ്പിക്കുന്നവർ വലിയ അപകടകരമായ കുറ്റം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശാലീനതയിൽ ജീവിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ ബുദ്ധിമതിയാണ്. പക്ഷേ ഗവർണറാക്കിയില്ല, അധികാരം നൽകിയില്ല. അതുപോലെ എത്രയോ മഹതികളായ സ്വഹാബി വനിതകൾ, നബിമാരുടെ ഭാര്യമാർ, സ്വഹാബികളുടെ ഭാര്യമാർ, അവരെല്ലാവരും ഉണ്ടായിട്ടും അധികാരം അവർക്ക് നൽകിയില്ല. അപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ പാടില്ല. ഒരു പെണ്ണ് മത്സരിച്ചോ ഇല്ലേ എന്നതല്ല, ഒരാള് മദ്യപിച്ചോ ഇല്ലേ എന്നതല്ല, മതത്തിന്റെ പേരിൽ അത് ന്യായീകരിക്കൽ വലിയ അബദ്ധമാണ്. ഒരാൾ മദ്യപിക്കൽ കുറ്റമാണ്, തെറ്റാണ്. അങ്ങനെയുള്ളവർ തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് മദ്യം കുഴപ്പമില്ല എന്ന് പറയുന്നത്. മാരകമായ തെറ്റാണ്. ഒരു പെണ്ണ് തെരുവിൽ ഇറങ്ങി തോന്നിയ ബഹള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കൽ തെറ്റാണ്, അവൾക്ക് ആഖിറത്തിൽ നഷ്ടമാണ്. എന്നാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചത് കൊണ്ടാണ്, ഇസ്ലാം കൽപ്പിച്ചത് കൊണ്ടാണ് എന്ന് വാദിച്ചാൽ അത് വലിയ അബദ്ധമാണ്, ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് എന്റെ യുവാക്കളെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ.